അവസാനവട്ട പ്രചാരണം കൊഴുപ്പിക്കാൻ കേരളത്തിലേക്ക് ഉച്ചഭാഷിണികളെത്തിയത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന്. സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിനനുസരിച്ച് കേരളത്തിൽ ഉച്ചഭാഷിണികൾ ഇല്ലാതെ വന്നതോടെ മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിക്കാൻ കാരണം. അതേസമയം ഒരു കാലത്ത് ഒരുപാട് ഒച്ചവച്ച ഉച്ചഭാഷിണികൾ ഇന്ന് ആർക്കും വേണ്ടാതെ വിശ്രമത്തിലുമാണ്. ഇടതുപക്ഷം കേരളത്തിൽ നടത്തിയ വികസന ചിത്രങ്ങൾ കരവയർ നിറയ്ക്കാൻ അടിമകളാകേണ്ടി വന്നൊരു ജനതയെ നിവർന്നയിക്കാനും കടപെടുത്താനും പഠിപ്പിച്ച ഇൻക്വിലാബിന്റെ ഇരടികൾ കൊണ്ട് ഉയർവിശ്വം നൽകിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനക്ഷേമ വികസന മുന്നേറ്റത്തിന് കരുത്തേകാൻ. പ്രചരണം കുട്ടിക്കലാശത്തിലേക്കെത്തുമ്പോൾ പാരഡി ഗാനങ്ങളും അനൗൺസ്മെന്റുമായി തലങ്ങും വിലങ്ങും ചീറിപ്പായുകയാണ് സ്ഥാനാർത്ഥികൾക്കായി ഉച്ചഭാഷിണികൾ. കേരളത്തിൽ ആവശ്യത്തിന് ഉച്ചഭാഷിണികൾ ലഭിക്കാതെ വന്നതോടെ പലരും തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുമാണ് ഇത് എത്തിച്ചത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒരു കാലത്ത് ഒരുപാട് പേർക്കായി ശബ്ദം മുഴക്കി നാടുനീളെ ഓടി നടന്ന ഉച്ചഭാഷിണികൾ ഇന്ന് അന്ത്യനിദ്രയിലാണ്. കോടതി വിധിയാണ് കോളാമ്പികൾക്ക് തിരിച്ചടിയായത്. നിരോധനം വന്നതോടെ പലരും കോളാമ്പിയെ കൈവിട്ടു. പക്ഷേ കോട്ടയം വാഴൂർ സ്വദേശിയായ ഉമാ സൗണ്ടുടമ തൻ്റെ ആ പഴയ കോളാമ്പികൾ ഓർമ്മയ്ക്കായി ഇന്നും സൂക്ഷിക്കുന്നുണ്ട്. 2 കോളാമ്പിയിൽ അന്ന് ഉത്സവത്തിനൊക്കെ 2 കോളാമ്പി 5-6 ട്യൂബും മതി. ആ കാലം 2 കോളാമ്പിയും നമ്മൾ തുടങ്ങിയത്. ഇന്നിപ്പം 100-ൽ പരം കോളാമ്പി നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടോ. ഒത്തിരി പേര് വന്ന് ചോദിക്കും, ഞാൻ കൊടുക്കില്ല. ഒരു കാലത്തും ഞാൻ കൊടുക്കും. ഒത്തിരി ആൾക്കാർ വന്ന് വിളിച്ച് ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, തരാവോ ഞാൻ കൊടുക്കില്ല. കാരണം വെച്ചാൽ അതിന് കൂടുതലും കോളാമ്പി ഞാൻ സ്നേഹിച്ചു. അതുകൊണ്ടാണ് ഇപ്പോഴും ഈ കോളാമ്പി ഉപയോഗിക്കാൻ പറ്റുകയില്ല. പക്ഷേ കോളാമ്പിയാണ് ഏറ്റവും നല്ലത്. നമ്മളൊരു ഗ്രൗണ്ടിൽ കിട്ടിയാൽ നല്ല മണിനാദം പോലെ കേൾക്കും. ബോക്സ് ആകുമ്പോൾ അത്ര ഇത് കിട്ടുകയില്ല. കേൾക്കുമെന്നേ ഉള്ളൂ, സൗണ്ട് സുഖമില്ല. കോളാമ്പിയുടെ സ്ഥാനം എത്ര സ്പീക്കർ ബോക്സുകൾ കൈയടക്കിയാലും കോളാമ്പി മുഴക്കിയ ശബ്ദത്തിൻ്റെ 7 അയൽപ്പക്കത്ത് വരില്ല ഒരു സ്പീക്കർ ബോക്സും. സാംജിത് ആർപ്പൂക്കരയ്ക്കൊപ്പം സനോജ് സുരേന്ദ്രൻ, കൈരളി ന്യൂസ്, കോട്ടയം.